എന്നുള്ള സത്യമാണ്. ഞാനും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സമയത്തെ പോലെ അല്ല. ആ വഴിയൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ തുറന്നു പറയണം, എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊക്കെ ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും. എനിക്ക് അവരെയെല്ലാം വലിയ ഇഷ്ടമാണ്. എന്റെ നാട്ടിലുള്ള സഖാക്കൾ പ്രവർത്തകരുമൊക്കെ കുറച്ച് ഡിസിഷൻ മേക്കേഴ്സ് മാത്രമാണ് മൊത്തത്തില് പ്രയാസമാക്കി മാറ്റി. നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക. എന്തായാലും വിമർശനങ്ങളെ ഞാൻ കൂടുതൽ സന്തോഷത്തോടെ കേൾക്കുകയാണ്. വിമർശനങ്ങളാണ് മനുഷ്യനെ ഇത്രത്തോളം എത്തിക്കുക. ഒരു മനുഷ്യനോട് പോലും മിണ്ടാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്ന ആളാണ്. ഒരു കാലത്ത് വക്കീലായിട്ട് വരുമ്പോൾ പോലും എനിക്കിങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ. ഈ നാടും ഞാൻ ആദ്യമുണ്ടായിരുന്ന പ്രസ്ഥാനവും എന്നെ ഒത്തിരി സഹായിച്ചു. പക്ഷേ അത് നല്ല വിഷമവും എനിക്ക് തന്നു. ഞാൻ എന്താന്ന് പറയാൻ ഇഷ്ടം. ആരെയും കുറ്റം പറയുന്ന, ഈ ലോകത്താരെയും കുറ്റം പറയുന്ന ഇഷ്ടമല്ല. നാട് മുഴുവൻ കാണും, നാടെല്ലാം കണ്ടോട്ടെ. ഇങ്ങനെയാണോ ഐഷാ പോറ്റിന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയാക്കിയത്? നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്, എന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. മനുഷ്യന് ക്ഷമയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദ്യം വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലാതെ ഇനി എന്നോട് ഒന്നും ചോദിക്കില്ല. ഞാൻ എല്ലാവരോടുമായിട്ട് പറയാ. കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതി എന്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. എന്താണ്, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് എന്നെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ആള്. നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് വിളിച്ചാലും എല്ലാ പാർട്ടിയും പോകത്തില്ലേ. അതേപോലെ എന്നെയും വിളിച്ചിരുന്നു. എനിക്കൊരു അനുഭവമുണ്ട്. 3 തവണ MLA ഇരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം പല രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയ വിധം അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐഷാ പോറ്റി സഖാക്കളുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പടയണിയിലേക്ക് ചെന്ന് കയറുന്നത്. അതിന് ഐഷാ പോറ്റി പറഞ്ഞ കാരണങ്ങൾ നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യനെ വേട്ടയാടാൻ ചിലർ തീരുമാനിച്ചു. ചില ആളുകൾ, തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ ഈ പാർട്ടിയുടെ സഞ്ചാര ദിശയെ മാറ്റി. ഈ പാർട്ടിയുടെ ആദർശങ്ങളെ അവർ പൊളിച്ചെഴുതി. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ എല്ലാവരെയും വേട്ടയാടാൻ തുടങ്ങി. രാഷ്ട്രീയ എതിരാളിയെ വേട്ടയാടി അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുള്ളിൽ ഇട്ടതുകൊണ്ട് അധികാര തുടർച്ചയുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത് എന്നാണ് ഐഷാ പോറ്റി പറയുന്നത്. 3 തവണ CPM-ന്റെ MLA ആയ വ്യക്തിയാണ് ഐഷാ പോറ്റി. ഈ ഐഷാ പോറ്റി കൂടാരം വിട്ട് മറ്റൊരു കൂടാരത്തിലേക്ക് കയറുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന വിമർശനങ്ങൾ അത് വളരെ ചിന്തിക്കേണ്ടതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയ രീതി എന്ന് പറയുന്നത് അതൊരു ഒരു ക്രിമിനൽ വേട്ടക്കാരൻ്റെ സ്വഭാവമായിരുന്നു ഇതിനുള്ളത് എന്നുള്ളതാണ്. 1ഉം 2ഉം പരാതികൾ വന്നപ്പോൾ ഈ 2 പരാതികളിലും കോടതി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു ഈ 2 പരാതികളെയും. ഇത് ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് പറയാനുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ ഇല്ല എന്ന് കോടതി പറയുന്നു. കോടതി നിരീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ 1ഉം 2ഉം പരാതിയിന്മേൽ കോടതിയിൽ വരുന്നു. ഈ പരാതിയിന്മേൽ ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതി നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതി നടത്തുന്നത് എന്നുള്ളതാണ്. ആ 2 പരാതികളിലും രാഹുലിൻ്റെ രോമത്തിൽ, പച്ച തമിഴിൽ പറഞ്ഞാൽ ഒരു മയിലും പിടുങ്ങാൻ കഴിയാതെ വന്നപ്പോൾ രാഹുലിനെ പൂട്ടണമെന്നുള്ളത് ചിലരുടെ വാശിയായി, പകയായി. ആ പകയും വാശിയുമാണ് 3ാമതൊരു പരാതി ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഈ പരാതിയും പുറത്തറിഞ്ഞാൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തുമെന്നുള്ള കാര്യം ഈ പരാതി ഉണ്ടാക്കിയവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. 2ാമത്തെ കാര്യം, ഈ പരാതിയിലും പറയുന്നത് പീഡനമായി, ബലാത്സംഗമായി എന്നൊക്കെയാണ്. ഈ 2ഉം കോടതിയിലെത്തുമ്പോൾ നിലനിൽക്കില്ല എന്നുള്ളതും പരാതി ഉണ്ടാക്കിയവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്തു ചെയ്തു? പരാതി ഉണ്ടാക്കി. പരാതി ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്ക് അയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പരാതി വളരെ രഹസ്യമാക്കി വെച്ചു. 1ാമത്തെയും 2ാമത്തെയും പരാതി, ഒഫീഷ്യലി പരാതി വന്നപ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് ഈ പരാതി. പക്ഷേ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നപ്പോഴും അതിന്മേൽ നടപടികൾ ആരംഭിച്ചപ്പോഴും പുറം ലോകം അറിഞ്ഞില്ല, ഒരു ഈച്ചയെപ്പോലും അറിയിച്ചില്ല. അങ്ങനെ ആ പരാതിയിന്മേൽ രാഹുലിനെ കസ്റ്റഡി എടുക്കുവാനുള്ള നടപടികൾ വളരെ സ്വകാര്യമായി, വളരെ രഹസ്യമായി നടത്തി പൂർത്തീകരിച്ചു. എന്നിട്ട് ശനിയാഴ്ച രാത്രി നട്ടപ്പാതിരാക്ക്
രാഹുൽ മാങ്കൂട്ടം താമസിക്കുന്ന മുറിയിലെത്തി അയാളെ കസ്റ്റഡിയിലെടുത്തു. തൊട്ടു പിന്നാലെ അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ അയാളെ റിമാൻഡ് ചെയ്തു. ആഗ്രഹം സഫലമാക്കി. ഈ വേട്ട കാരണം അയാൾ ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി ഏതൊരു നോട്ടീസിനും മറുപടി നൽകുന്ന ജനപ്രതിനിധി. അയാൾക്കൊരു മെമ്മോയോ അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ടോ ഒരു രീതിയിലുള്ള ഒരു നോട്ടീസുകളും നൽകാതെ നേരിട്ട് വളരെ രഹസ്യമാക്കി സൂക്ഷിച്ച് അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തരുത്, അതിന് മുൻപ് അയാളെ തൂക്കിയെടുത്ത് അകത്തിടണമെന്നുള്ള വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അയാളെ പൂട്ടി എന്നുള്ളതാ. ഈ വേട്ടക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് നടന്നു കയറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയല്ല കേരളത്തിൻ്റെ പൊതുസമൂഹവും ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽ, സ്ത്രീ സമൂഹമാവട്ടെ, യുവജനങ്ങളാവട്ടെ, പുരുഷന്മാരാവട്ടെ, ആരുമാവട്ടെ, എല്ലാവരും തുറന്നടിക്കുകയാണ് രാഹുൽ വേട്ടയ്ക്കെതിരെ. എന്താ കാരണം അയാളെ വേട്ടയാടിയ രീതി അത് വിദ്വേഷത്തിൻ്റെ പകയുടെ അതുപോലെ വൈരാഗ്യത്തിൻ്റെ ഒരു രീതിയായിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഐഷ പോറ്റിയും പറയുന്നത്. പാർട്ടിയുടെ ലൈനിൽ നിന്നും വ്യതിചലിച്ചു, പാർട്ടി മാറി സഞ്ചരിക്കാൻ തുടങ്ങി. തലപ്പത്തിരിക്കുന്ന ചില ആളുകളുടെ തീരുമാനങ്ങളാണ് ഇതിനൊക്കെ പിറകിലെന്നാണ് പറയുന്നത്. ഇതിൽ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഐഷ പോറ്റി ആലങ്കാരികമായി പറഞ്ഞതായിരിക്കും. ഒരൊറ്റൊരാളുടെ തീരുമാനം. പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഓരോ നെറികെട്ട കഴിവുകെട്ട ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് എല്ലാം കൂടി വന്നു ചേർന്ന് നിൽക്കുന്നു. അതല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയുന്നില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളൊന്നും അറിയുന്നില്ല. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഒന്നും അറിയുന്നില്ല. ആകെ ഈ ഇന്ത്യ രാജ്യത്ത് CPM-ന് അധികാരമുള്ള ഭരണത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം അത് കേരളം മാത്രമാണ്. എന്നിട്ട് പോലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റോ എന്തിനധികം ഇവൻ മന്ത്രിസഭ പോലും ഒന്നും അറിയുന്നില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കി പിന്നെ അത് മാധ്യമങ്ങളിലൂടെ വാർത്തയാകുമ്പോഴാണ് ഇതൊക്കെ മന്ത്രിസഭ പോലും അറിയുന്നത്. പിണറായി വിജയൻ പാർട്ടിയെ അയാളുടെ 2 മക്കൾക്ക് വേണ്ടിയിട്ട്, ആ മക്കൾ അഴിയെണ്ണാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ പാർട്ടിയെ വളച്ചൊടിച്ചു, വക്രീകരിച്ചു, അതിൻ്റെ എല്ലാ ആശയങ്ങളെയും ആദർശങ്ങളെയും കാറ്റിൽ പറത്തി. സ്വന്തം തീരുമാനം അത് അടിമകളിലേക്ക് അടിച്ചേൽപ്പിക്കുക, ആ രീതിയിലേക്ക് പാർട്ടിയെ മാറ്റി. അങ്ങനെ ഒന്ന് മാത്രമായിരുന്നു. അങ്ങനെ പിണറായി വിജയന്റെ തീരുമാനങ്ങളിൽ പെട്ട ഒന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ടില്ലേ വാർത്തകളിൽ, ഈ അറസ്റ്റിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാ? അത് ഈ പറഞ്ഞ തന്ത്രി പറഞ്ഞ മന്ത്രിയിലേക്ക് എത്തരുത്. തൻ്റെ ഭൂലോക തോൽവിയായിട്ടുള്ള താൻ തോൽവിയാണെന്ന് അടിമകൾക്ക് മനസ്സിലാവരുത്. അടിമകൾ ഇനിയും വേണം, കുഴലൂതാനും സ്തുതിപാഠകരുമായിട്ട് അടിമകൾ തനിക്ക് ചുറ്റും ഇനിയും താൻ മരിക്കുവോളം വേണമെന്ന് പിണറായി വിജയന് വലിയ നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ഭൂലോക തോൽവികൾ അടിമകളുടെ കാതുകളിലേക്ക് തറച്ച് കയറരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. താൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അടിമകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. എല്ലാ നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിന്റെ ധാർഷ്ട്യവുമായി അഹങ്കാരവുമായി ഇറങ്ങി പുറപ്പെട്ട പിണറായി വിജയൻ ഇപ്പൊ ഐഷ പോറ്റി മറുകണ്ഠം ചാടി കോൺഗ്രസിൽ വന്ന് കയറിയിട്ട് തന്നെ വല്ലാതെ ഇത്തരത്തിലുള്ള പിണറായി വിജയന്റെ ഏകാധിപത്യ രീതികൾ, രാഷ്ട്രീയ എതിരാളികൾ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് അവരെ നിശബ്ദരാക്കുന്ന ഈ രീതിയോട് തനിക്ക് യോജിച്ചു പോവാൻ കഴിയാതെ വന്നപ്പോഴാണ് താൻ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറിയതെന്ന് ഐഷ പോറ്റി പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അടിമകളല്ലാത്തവർ പാളയം വിടാൻ തുടങ്ങിയിട്ടുണ്ട്, കപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? അടിമകളുടെ കൂട്ടത്തിൽ നിൽക്കാൻ ചില നട്ടലുള്ളവർക്കൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് പലരും പല വഴിക്ക് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്
പിണറായി വിജയൻ്റെ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ ഇരയാരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളതാണ്. പക്ഷേ വിജയൻ കരുതിയതുപോലെയല്ല സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള ഇന്ധനമാവുകയാണ്, ഊർജമാവുകയാണ്, അയാൾക്കുള്ള ഫ്യൂവലായി മാറുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ സ്റ്റാർഡം, അയാളുടെ ഒരു താരപരിവേഷം അതിങ്ങനെ വികസിച്ച് വളർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ജനങ്ങള് അയാളെ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും നമ്മൾ കാണുകയാണ്. ഇതൊന്നും പിണറായി വിജയന് കാണേണ്ട ഗതികേടുണ്ടാവുമായിരുന്നില്ല. ഒരുപക്ഷേ അയാൾക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന പുകമറകൾ അത് അങ്ങനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുമായിരുന്നു. പക്ഷേ ഈ അറസ്റ്റോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഒന്നുകൂടി സടകുടഞ്ഞെഴുന്നേറ്റു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? സ്ത്രീ സമൂഹം, സ്ത്രീ ജനങ്ങള് രാഹുലിന് വലിയ പിന്തുണയുമായി, സാധാരണക്കാരായ സ്ത്രീകള്, വീട്ടമ്മമാര് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവർക്ക് ലഭ്യമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ അറിയിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഘട്ടം, ഒരു അന്തരീക്ഷവും വെച്ചിട്ട്, ഈ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ പോലും രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുമെന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തു. ഇതിനൊക്കെയുള്ള കാരണക്കാരനാരാ? ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവി. ആ ഭൂലോക തോൽവിക്ക് സ്തുതിപാഠക സംഘം, കുഴലൂത്ത് സംഘം ഊതിക്കൊടുക്കുന്നത്, മന്ത്രിച്ചു കൊടുക്കുന്നത് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാ. അറസ്റ്റ് എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഊർജമായി. അയാളുടെ കംബാക്ക് അതൊരു വലിയ മാസ് കംബാക്ക് ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.